2018 അമേരിക്ക ആണവ കരാറിൽ നിന്നും ഇറാനുമായി പിന്മാറുന്നത്. ഇപ്പോഴിതാ ട്രംപ് ഒരു പുതിയ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വെല്ലുവിളി എങ്ങനെ ഇറാനെ പ്രതികൂലമായി ബാധിക്കും? താങ്കൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും? അമേരിക്ക എടുക്കുന്ന നയം എന്ന് പറഞ്ഞാൽ ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് ഈ പറയുന്ന ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരവസരം കൊടുത്താൽ അത് ലോകത്തിന് ഭീഷണിയാവും. അതുകൊണ്ടാണ് ഇറാനെ പോലുള്ള രാജ്യത്തിന് അതിന് അവസരം കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. മാത്രമല്ല, ഈ ഇസ്രായേലിന് വലിയൊരു ത്രെഡാണല്ലോ ഇറാൻ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ നിൽക്കുന്ന ഖമേനി എന്ന് പറയുന്ന ആളുടെ അല്ലെങ്കിൽ ഈ മതരാഷ്ട്രം ഉണ്ടായതിനു ശേഷമാണ് ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം അമേരിക്കൻ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുമായിട്ടും ഏറ്റവും സൗഹൃദത്തിൽ പോരുന്ന രാജ്യമാണ് ഇറാൻ. അപ്പം ഈ രാജ്യത്തിന്റെ ഒരു മതനിയമത്തിന് അധിഷ്ഠിതമായിട്ട് ഈ ഖമേനിയുടെ മുൻഗാമികൾ ഈ രാജ്യത്തെ കൊണ്ടെത്തിയതിനു ശേഷം അവരുടെ ഒരു പോക്കെന്ന് പറയുമ്പോൾ അതിനകത്ത് ലോകത്താർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പോക്കാ. നാളെ കാലത്തെ ഇവിടുന്ന് പോയാൽ സ്വർഗത്തിൽ പോയി ജീവിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കൊന്നു കളയുന്ന ഒരു രീതി. അപ്പം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് പറയാൻ, നാല് വഴിക്കും നിന്നിട്ട് ആ രാജ്യം ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെയുള്ളതെന്ന് പറഞ്ഞാൽ നാല് വഴിക്കും നോക്കി നിന്നല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം തീർന്നിട്ടില്ല. തീർക്കാന്ന് വെച്ചാൽ അവർ സമ്മതിക്കത്തില്ല. ഇപ്പൊ തന്നെ ഹമാസിന്റെ ഗാസയിലെ കാര്യം അറിയാം. ഹമാസിനെ എവിടെ വേണ്ടാന്ന് തീരുമാനിച്ച് രണ്ടാമത് കരാർ ലംഘനത്തിന് ശേഷം യുദ്ധം ചെയ്തതാണ്. ഹിസ്ബുള്ളയുടെ കാര്യം ഒരു പരിധി വരെ ഒതുക്കിയിട്ടുണ്ട്. അത് ഏത് സമയത്തും പുനർജനിക്കാം. കാരണം പുനർജനിക്കണമെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കാൻ മറ്റു രാജ്യങ്ങൾ രഹസ്യമായിട്ട് തയ്യാറാവണം. അതിന് ആദ്യം നിൽക്കേണ്ട രാജ്യം ഇറാനാണ്. പിന്നെ ഹൂത്തികളുടെ കാര്യത്തിനകത്ത് ഹൂത്തികളെ ഇനിയും സഹായിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഹൂത്തികളെ അടിച്ചൊതുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഹൂത്തികളുടെ ഹമാസിന്റെയും ഇറാന്റെ ഒക്കെ ചില ആൾക്കാരുണ്ട് ഇതിന്റെ താഴെ വന്ന് വളരെ വൃത്തിയായിട്ടങ്ങ് നമ്മൾ നുണയാ പറയുന്നത്. അല്ലെങ്കിൽ ഖമേനി പണ്ട് ഈ പറയുന്നത് പോലെ ഖമേനി ആക്രമിച്ചെന്ന് പറയും. ഇറാൻ കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോ ഖമേനി ഇനിയില്ലെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തായിരുന്നു. ഈ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. നമ്മളെ കുറ്റപ്പെടുന്ന ചേട്ടന്മാരെ ഈ ഖമേനിയുടെ സൗണ്ട് അല്ലേ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞു ഖമേനി ഇനിയില്ലെന്ന്. ഖമേനി ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ പിന്നെ വന്നിട്ടുണ്ടോ? ഖമേനി ഉണ്ടെന്ന് എങ്ങനെ ഈ പറയുന്ന ചേട്ടന്മാർക്ക് പറയാൻ പറ്റും? ഒറ്റ ഫ്രെയിമിൽ അദ്ദേഹം പിന്നെ വന്നിട്ടില്ല. അറിയാമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖമേനി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഖമേനി എന്താ ബാക്കിയുള്ള ട്രംപ് പറയുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യത്ത് തലവന്മാർ പറയുന്ന പോലെയും വന്ന് വീഡിയോയ്ക്കകത്തൂടെ പറയാത്ത എന്തോ അതൊരു ഔദ്യോഗിക രാജ്യമല്ലേ ഇറാൻ. അപ്പൊ ഖമേനി ഉണ്ടോ? ഞങ്ങൾക്ക് സംശയം ഉണ്ട്. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് ഖമേനി ഉണ്ടോ. ഖമേനി ഉണ്ട് എന്ന് പറഞ്ഞ് ആ രാജ്യത്തിന് ചില കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അയാൾ പറയട്ടെ, ബാക്കിയുള്ള രാജ്യത്തലവന്മാർ വരുന്നത് പോലെ അയാൾക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ലോകത്തുണ്ട്. ഇറാനുണ്ട്. ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പ് ഒന്നും അല്ല. ഇറാൻ രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളെ സഹായിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഈ ബാക്കി ഈ അമേരിക്കയൊക്കെ ത്രെഡ് വയ്ക്കുന്നത്. അപ്പൊ ഇവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുള്ള സാധ്യതകളെ പറ്റി അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണവും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണവും മൊസാദും ഒക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇവരുടെ കാര്യങ്ങൾ അറിയാം. അവർ ഡെവലപ്പ് ചെയ്യുന്നതിന് ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 10ഓ 25ഓ ശാസ്ത്രജ്ഞന്മാരെ അവർ കൊന്നുകളഞ്ഞില്ലേ ഈ പറയുന്നത് പോലെയുള്ള ഈ അണുവായുധത്തിന് വേണ്ടിയുള്ള ഡെവലപ്മെന്റ്സ് നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ. ഇത് പല ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുണ്ടല്ലോ. അവിടെ മരിക്കുന്നു, ഇവിടെ മരിക്കുന്നു, അതിന് ആളാരാന്നറിയാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടോന്ന് അറിയാമല്ലോ. അപ്പൊ എന്നും അവർ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് അണുവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതറ്റം വരെയും തടഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതെടുത്ത് ഇവൻ പ്രോക്സി ഗ്രൂപ്പിന്റെ കയ്യിൽ കൊടുക്കും. അതെടുത്ത് വെച്ച് എങ്ങോട്ടൊക്കെ വിടുമെന്ന് പറയാനൊക്കത്തില്ല. ഏത് രാജ്യത്തിന് വേണേലും വിടാൻ അവർക്ക് ആരോടും ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ മരിച്ചാൽ സ്വർഗത്തിൽ എന്ന് ജീവിക്കാന്ന് വിചാരിക്കുന്നവർ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിപ്പത്തിൽ വേറെ പോയി ജീവിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ നാളെ ഇതിനോടനുബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ച എന്ന് പറയുമ്പോൾ എനിക്ക് ഒമാൻ ആണെന്ന് തോന്നുന്നു അതിന്റെ ഇടനിലയ്ക്കുന്നത്. എനിക്ക് വ്യക്തതയില്ല. ഏതായാലും ഒരു രാജ്യത്തിന്റെ ഇടനിലയിലാണ് ചർച്ച നടക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ഇടനിലയിൽ ചർച്ച നടന്നത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാന്റെ കമാൻഡോസിനെ പിൻവലിച്ചു. അത് പറഞ്ഞപ്പോഴല്ല പറഞ്ഞത് അവിടെ മൊത്തം കിടപ്പുണ്ടെന്നാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് അന്നേ കമാൻഡോസിനെ പിൻവലിച്ചു. ഹൂത്തികളെ സഹായിക്കുന്നില്ല എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. അതിനുശേഷം ഹൂത്തികളെ ആക്രമിക്കുന്നതിനകത്ത് അവർക്ക് യാതൊരു സഹായം ചെയ്യുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അതിനകത്ത് ഓക്കെ. പക്ഷെ രണ്ടാമത് ഈ പറയുന്ന കരാറിനകത്ത് ഒപ്പിടണമെന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുകയാണ് ട്രംപ്. അപ്പം അതിനുവേണ്ടിയുള്ള ചർച്ച നാളെ നടത്താം. ആ ചർച്ച നാളെ നടത്തുമ്പോൾ
അമേരിക്കയ്ക്ക് അനുകൂലമല്ലെങ്കിൽ യുദ്ധം തന്നെ ആയിരിക്കും അതിന്റെ പ്രതിവിധി, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ വീണ്ടും ട്രംപ് ചെയ്യുന്നത്. ഇപ്പൊ ട്രംപ് പറയുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യത്തൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യത്തില്ല. ഈ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി പ്രാപ്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോംബുകൾ ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിലില്ല എന്നുള്ള ഒരു വിവരം കിട്ടും. കാരണം എല്ലാ ആയുധങ്ങളും ഒന്നും അവരുടെ കയ്യിൽ ഇല്ലല്ലോ. അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്ക ഇതുവരെ അത് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ ഇരുന്ന ട്രംപിന് മുമ്പ് ഇരുന്ന ആളുണ്ടല്ലോ ബൈഡൻ ഈ പല ഘട്ടങ്ങളും പലതും നിയന്ത്രിച്ചാ കൊടുത്തത്. ബൈഡന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബോംബുകൾ കൊടുത്തില്ല. ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ട്രംപ് വിചാരിച്ചത് അദ്ദേഹത്തിന് ഈ ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് പശ്ചിമേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സുതാര്യമായിട്ട് ബിസിനസ് നടത്തുന്നതിന് യുദ്ധം വേണ്ട എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഈ യുദ്ധം തീരട്ടെന്ന് വിചാരിച്ചത്. അത് സമ്മതിക്കത്തില്ല. യുദ്ധം വേണം. യുദ്ധം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ സ്കൂളിലെ ആയാലും കൊള്ള, ഹമാസ് ആയാലും കൊള്ള, ഊത്തികളായാലും അവർക്ക് യുദ്ധം തീർന്നാൽ തീർന്നില്ല. അവരുടെ കച്ചവടം ഇതാ. അവരുടെ കച്ചവടം. അല്ലാതെ ഇവിടുത്തെ ആവേശം കൊള്ളുന്ന ആൾക്കാരുടെ കൂട്ട് പാലസ്തീനിലെ പാവത്തങ്ങളുടെ ഉന്നമനമൊന്നുമല്ല. അവര് തന്നെ പറഞ്ഞില്ലേ, അവര് റോഡിൽ ഇറങ്ങിയില്ലേ, ഇവനെ ചാടിച്ചു കളയൂ, ഞങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കും. അപ്പം പറഞ്ഞു വന്നത് ഈ പറയുന്ന നാളെയാണെന്ന് തോന്നുന്നു അതിനുവേണ്ടിയുള്ള ചർച്ച വെച്ചിരിക്കുന്നത്. അപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിവരങ്ങൾ വെളിയിൽ പോകാൻ പാടില്ല. അത്തരത്തിൽ ഇറാൻ വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ ഇറാനുമായിട്ട് വേണ്ട രീതിയിലുള്ള വ്യാവസായിക സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ പോലും നടത്താൻ തയ്യാറാണെന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇറാന് തലയ്ക്ക് വെളിവുണ്ടായാൽ അമേരിക്കയുമായിട്ട് സൗഹൃദത്തിൽ അല്ലെങ്കിൽ വഴങ്ങിപ്പോയാൽ ഒരുപക്ഷെ ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരവസരം ഇസ്രായേലിന് കൊടുത്താൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇസ്രായേൽ അതിന് തയ്യാറാവാത്തത്. പലവട്ടം ഈ ആണവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളും ഒക്കെ ആക്രമിക്കാൻ തയ്യാറായി നിന്ന് നെതന്യാഹുവിനെ ഇസ്രായേലിനെ തടഞ്ഞിരുന്നത് ബൈഡനാണ്. ഇനി ഒരവസരം ചെയ്തോളാൻ പറഞ്ഞ് ട്രംപ് കൊടുത്താൽ അവർ കയറി ഇത് മൊത്തം നശിപ്പിച്ചിട്ട് പോകും. കാരണം അവർക്ക് ഇവരെ സാമ്പത്തികമായിട്ട് തകർക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ. സാമ്പത്തികമായിട്ട് ഇപ്പൊ എണ്ണയുടെ വിഷയം വെച്ച് തകർക്കണ്ട എന്ന് പറയുമ്പോൾ ഇവരുടെ എണ്ണ അല്ലെങ്കിൽ ഈ എണ്ണപ്പാടങ്ങളൊക്കെ തകർത്താൽ ഈ ലോകത്തിന് മൊത്തം അത് ബാധിക്കും. അതൊക്കെ ഈ അമേരിക്ക ഉൾപ്പെടെ ചില ഘട്ടങ്ങളിൽ പറയുന്നതാണ്. എണ്ണയുടെ ഉത്പാദനം കുറയുമ്പോൾ ഈ എണ്ണ കയറ്റുമതി ചെയ്യുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അപ്പം ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, അല്ലെങ്കിൽ പല രാജ്യങ്ങളെ ബാധിക്കുന്നൊക്കെ അവസ്ഥയുണ്ട്. അപ്പം പക്ഷെ ഇതൊന്നും ഇസ്രായേലിന് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പാണ്. അവർ സ്വൈര്യമായിട്ട് ചെയ്യുക. 48 ഉണ്ടായതിനു ശേഷം ഇതുവരെ സ്വൈര്യമായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ. എന്നും ഒരു 2 ബോംബ് മിസൈലെങ്കിലും അവരുടെ രാജ്യത്ത് വരികയും അത് തടഞ്ഞിടുകയും എന്ന് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ്. കാരണം എല്ലാ ആൾക്കാരും പട്ടാളക്കാരായി ട്രെയിനിങ് നടത്തിയിട്ട് ഏത് അവസരത്തിൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് നിൽക്കുന്ന ഈ ഇറാൻ ആണല്ലോ. അപ്പൊ ഇറാനെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയാൽ 4 മണിക്കൂർ കൊടുത്തപ്പോൾ ഇറാന്റെ അവസ്ഥ 50 കൊല്ലം പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ വല്ലവരും സഹായിച്ചാലേ ഒക്കത്തുള്ളൂ. ഒരുപക്ഷെ ചൈന അല്ലെങ്കിൽ റഷ്യ ഒക്കെ സഹായിക്കണം. ഞങ്ങളുടെ കയ്യിൽ അതിരിപ്പുണ്ട് ഇതിരിപ്പുണ്ടെന്നൊക്കെ നമ്മുടെ ഇതിന്റെ കീഴിൽ ഇവർ കമന്റ് ചെയ്യും. ഇറാന്റെ ആയുധത്തെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല, ഈ പറയുന്നവനല്ല അറിയാം ഇറാന്റെ ആയുധം. എന്റെ പൊന്നു ചേട്ടാ, വേറെ വൈരാഗ്യമൊന്നും ഞങ്ങളോട് തോന്നിയിട്ട് കാര്യമില്ല. അമേരിക്കയെ പോലുള്ള രാജ്യത്തിന്റെ അടുത്തൊന്നും ഇറാനൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇസ്രായേലിനെ പോലുള്ള ഇത്തരം ടെക്നോളജി ഉള്ളതും അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് വലിയ രാജ്യത്തിനൊന്നും പിടിച്ചു ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് സങ്കടം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ പറഞ്ഞിട്ടോ കുറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇറാനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന രീതിയിൽ അതിനകത്തൊരു വ്യക്തത വരുത്തി പറയുമ്പോൾ അതിനകത്ത് ഇറാനാ ഇപ്പം പുറകെ നിൽക്കുന്ന അടി മേടിച്ചോണ്ടിരിക്കുന്ന അവനാ, അടി മേടിച്ചോണ്ടിരിക്കുന്ന ഹമാസ, അടി മേടിച്ചോണ്ടിരിക്കുന്ന ഹൂത്തിയ അല്ലെങ്കിൽ ഹിസ്ബുള്ള. അത് പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു അടി മേടിക്കുന്നില്ലെന്ന്, പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയേ നടക്കത്തുള്ളൂ. രാജ്യത്ത് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നാളെ കാലത്ത് ഒരുപക്ഷെ അമേരിക്ക ഉടക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം അമേരിക്ക. അത് ആയുധത്തിനകത്ത് ലോകത്തിൽ ഏറ്റവും മുമ്പേ നിൽക്കുന്ന രാജ്യം അമേരിക്ക. അവരുടെ നിങ്ങൾ ഈ പറയുന്ന ഇവരുടെ ഈ പറയുന്ന ഇതിന്റെ പട്ടം തന്നെ ഏതാണ്ട് 10, 60, 70 ബേസ് അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട്. ആ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബേസിന്റെ കെയർ ഓഫിലാണ് നിലനിൽക്കുന്നത്. അതൊക്കെ ചേട്ടന്മാർ മനസ്സിലാക്കണം. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഹൂത്തി ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർ അവരെ ആക്രമിക്കും. അതുകൊണ്ട് അവരെ മാറ്റത്തില്ല. അപ്പൊ അവർക്ക് എല്ലാ രീതിയിലും സഹായമാ, ആക്രമിക്കാൻ പാടില്ല. പിന്നെ ലോകത്തുടനീളമുള്ള ചില കരാറുകളുടെ അല്ലെങ്കിൽ ചില പരസ്പര ധാരണകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇത് നിൽക്കുന്നത്. ഇറാനെ അത് ഇപ്പം ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കാൻ ബോംബുകൾ കൊടുക്കുന്നതിന് വേണ്ടി ട്രംപ് തയ്യാറാവുന്നത് തന്നെ ട്രംപ് ഡയറക്റ്റ് ഇറാനെ എന്തിനു ആക്രമിച്ചെന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒരു പരിധിവരെ മാറുന്നതിന് വേണ്ടിയാ. ട്രംപ് കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നെങ്കിലും ആ കാരണങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ കൊണ്ട് ആക്രമിക്കുക. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കൊണ്ട് ആക്രമിച്ചാൽ മതി. ഇസ്രായേൽ തയ്യാറാണ്. ഇസ്രായേലിന് അതാ ഇഷ്ടവും. അവർ കൃത്യമായിട്ട് അതങ്ങ് ചെയ്തോളും. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. കാരണം
നമ്മള് അങ്ങോട്ട് ഇന്നൂടെ നമ്മുടെ വേണ്ടപ്പെട്ട രാജ്യമായിട്ടാണ് ഇറാൻ. കാരണം ഇടയ്ക്ക് ഇച്ചിരി കാര്യമൊക്കെ പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തെങ്കിലും കാശ്മീരിലെ കാര്യം പുള്ളി ഖമേനി എന്ന് പറയുന്ന ആൾ പറഞ്ഞായിരുന്നു, ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് മറുപടിയൊക്കെ നമ്മൾ കൊടുത്തത്. എന്നാലും നമ്മളുമായിട്ട് നമുക്ക് ഇവിടെ പോർട്ടുണ്ട്, നമ്മളുമായിട്ട് പണ്ട് തൊട്ടേ പറയുന്ന വ്യാവസായിക ബന്ധങ്ങളുണ്ട്. ഒത്തിരി നമ്മുടെ സൗഹൃദ രാജ്യമാണ് കാലങ്ങളായിട്ട്. അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ, യുദ്ധം നടക്കാതിരിക്കട്ടെ, സാധാരണക്കാരന് കുഴപ്പങ്ങൾ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ നാളത്തെ ചർച്ചയ്ക്കകത്ത് നാളെ ഉണ്ടെങ്കിൽ, ആ ചർച്ച നടക്കുമെങ്കിൽ അതിനകത്ത് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും, ഞങ്ങൾ ആക്രമിക്കത്തില്ല, ഇസ്രായേൽ ആയിരിക്കും ആക്രമിക്കുന്നത്, അതും പറഞ്ഞിട്ടില്ല. എന്തായാലും ബോംബുകൾ, ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാപ്തമായിട്ടുള്ള ബോംബുകൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറി എന്നാണ് അനൂദ്യമായിട്ട് കിട്ടുന്ന അറിവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.